നല്ലവനായ ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവേ കടന്നു വരണമേ. പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഈ അൾത്താരയിൽ നിന്ന് അങ്ങയുടെ സൗഖ്യവും ശാന്തിയും എല്ലാവരിലേക്കും പുറപ്പെടണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. വിശ്വാസത്തോടെയും ഭക്തിയോടെയും പരിശുദ്ധ അമ്മയുടെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമായ കൃപാസന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഏറ്റുചൊല്ലി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ യേശുവേ ദൈവവചനം എല്ലാ മക്കളിലും എത്തപ്പെട്ട അച്ഛൻ അഭിഷേകം ഉണ്ടാകണമേ. ഈ ആരാധന എല്ലാ മക്കൾക്കും അഭിഷേകം ഉണ്ടാകണമേ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ അനുഗ്രഹിക്കണമേ, പുത്രനായ ദൈവമേ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ അനുഗ്രഹിക്കണമേ. ശ്രീ ആരാധന. പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്വർഗ്ഗപിതാവേ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ ആരാധന. കർത്താവിന്റെ കരുതൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് സ്നേഹിച്ച് വിശ്വാസത്തില് ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന്, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധന ആരാധന. പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പഞ്ചക്ഷതങ്ങളെ ഓർത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതി പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.
കർത്താവിൻ്റെ ആണിപ്പഴുതുകളെ ആരാധിച്ചുകൊണ്ട് കർത്താവിൻ്റെ ചുമലിലിരുന്ന് വരഞ്ഞ വ്രണമായി തീർന്ന കുരിശിനെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി കൊത്തി തുറക്കപ്പെട്ട കർത്താവിന്റെ തിരുവിലാവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുശിരസിൽ നിറ്റ് വീഴുന്ന ഓരോ മുൾക്കിടത്തിന്റെ രക്തത്തുള്ളികളെ ഓർത്തുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ കൃപയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ ജീവൽ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ആരാധനയ്ക്ക് ആവശ്യമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവ്വേശ്വര പരിശുദ്ധനാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരാധന ആരാധന ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയുടെ നിസ്തുലമായ കുറേ അനുഗ്രഹ നിമിഷങ്ങൾ കർത്താവുമായി പങ്കുവെക്കുന്ന ജീവിതത്തിൻ്റെ ആരാധന സമയമാണിത്. ആരാധനയിലേക്ക് ഈ നിമിഷം നീ എവിടെയായിരുന്നാലും, ഏത് ഭൂഖണ്ഡത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലായിരുന്നാലും, നിൻ്റെ മുമ്പിലെ ആരാധിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മുമ്പിലെ കർത്താവ് സജീവ സാന്നിധ്യം നൽകുന്നു. കൃപാസനം അൾത്താരയുടെ ബലിപീഠത്തിൽ ആണ് നമുക്ക് ദൃശ്യകൽപ്പീകരിക്കപ്പെടുന്നത് എങ്കിലും വിശ്വാസത്താൽ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. അതൊരു ബോധമാണ്. ക്രിസ്തു എല്ലാത്തിനേക്കാളുപരി ഒരു ബോധമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ബോധതലങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നീ നിറക്കണമേ. ഞങ്ങളുടെ ബോധതലങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. പ്രിയമുള്ളവരെ, ക്രിസ്തു ഒരു ബോധത്തിൻ്റെ സ്വത്താണെന്ന് പറയുന്നത്
വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ്. ക്രിസ്തു നമ്മുടെ ബോധത്തിൻ്റെ സ്വത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈശോ ആത്മാവിൽ ദാരിദ്ര്യമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ശാരീരിക ദാരിദ്ര്യം എന്താണെന്ന് നമുക്കറിയാം. പണമില്ല, ഭക്ഷണമില്ല, അതെല്ലാം ശാരീരിക ദാരിദ്ര്യമാണ്. ആത്മാവിൽ ദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്, പക്ഷെ അതില്ലാത്ത അവസ്ഥയാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. ഇതുപോലെ തന്നെയാണ് ക്രിസ്തു നമ്മുടെ ബോധത്തിൻ്റെ സമ്പത്താണ്. ഒരു മനുഷ്യൻ്റെ ബോധത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. എന്താണ് എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കണതല്ല, ഇത് ആദ്യം ഉദ്ദേശിച്ച പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പൗലോസിന് കൈമാറിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. അതായത് നമ്മുടെ ബോധത്തിലെ ഫസ്റ്റ് റെഫറൻസിൽ കർത്താവ് നിറഞ്ഞു നിൽക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ജീവിതത്തിലൊരു കൊടുക്ക വാങ്ങലുകൾ, ഒരു കള്ളം പറഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും, കള്ളം പറഞ്ഞാൽ കുറച്ച് വഴക്ക് കേൾക്കാണ്ട് ഒഴിവാകാം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ബോധത്തിൽ കർത്താവ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാം. ഒരു പക്ഷേ ഒരു മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ആത്മീയ അപകടമെന്ന് പറയുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബോധത്തിൽ നിന്ന് കർത്താവ് മാറ്റപ്പെടുന്നതാണ്. ഒരു പക്ഷേ സാത്താൻ ചെയ്യുന്ന ആദ്യത്തെ പരിപാടി നമ്മുടെ ബോധത്തിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം മാറ്റാൻ പറ്റുന്ന രീതിയിൽ വിഭ്രാമകരമായിട്ടുള്ള ആകർഷകമായ മറ്റു ബോധങ്ങളെ കൊണ്ടുവന്ന് നമ്മളെ ഭ്രമിപ്പിക്കും. ഒരു മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള ഭ്രമമാണ്. ഇപ്പം ചില വലിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭ്രമമാകും ശരിക്കും, ഇല്ലേ? അപ്പോൾ ആ ഭ്രമം വരുമ്പോൾ ക്രിസ്തു നമ്മുടെ ബോധത്തിൽ ഉണ്ടെങ്കിൽ ഇത് വെറും കമ്പമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കാറ്റ് കഴിയും, കർത്താവ് എന്നും നിലനിൽക്കും. അതുകൊണ്ട് യേശുവിനെ മറന്നു, യേശുവിനെ മാറ്റിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കേണ്ട. താൽക്കാലിക നഷ്ടമാണെങ്കിലും അത് ലോങ് ടേണിൽ നമുക്കത് ഈശോ അത് കൃപയാക്കി മാറ്റിത്തരും എന്ന് പറയുന്നതൊരു ബോധമാണ്. അപ്പോൾ ഈ എല്ലാ ദൈവവുമായിട്ടുള്ള എല്ലാ ബന്ധവും വർക്ക് ചെയ്യണത് ബോധത്തിലാണ്. ഈ ബോധത്തിനൊരു പ്രത്യേകത ഉള്ളത്, ഒന്ന് പ്രാർത്ഥിച്ച് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എൻ്റെ ബോധത്തെ പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ. യേശുവാണ് ബോധത്തിന്റെ സ്വത്ത്, ബോധത്തിന്റെ ധനം, ഏറ്റവും വലിയ ധനമെന്ന സുവിശേഷ വെളിപ്പാടിനോട് സ്വീകരിച്ചു പോകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ബോധത്തിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് ബോധ്യം തരുന്നത്. പല വിഷയങ്ങളുടെയും ആധ്യാത്മിക തകർച്ചകളുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഇല്ലേ? കുമ്പസാരം നീണ്ടു പോകുന്നു. കുമ്പസാരം നടത്താത്ത കൊണ്ട് പ്രത്യേക സങ്കടങ്ങളൊന്നും തോന്നണില്ല. അപ്പോൾ ഓൾറെഡി യു ആർ ഔട്ട്. നിൻ്റെ പരിപാടി തീർന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇല്ല. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, ഇവിടെ ഈ ബോധത്തിൽ, അപ്പോൾ ഞാൻ ബോധത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങളോർക്കും പക്ഷേ എന്താ ബോധമോ ഇതുമായിട്ട് എന്നാ ബന്ധം? പക്ഷേ എന്താ റൂട്ടെന്ന് പറഞ്ഞാൽ അതാണ്. ആ ബോധ്യം നമ്മുടെ ഇന്ന് പോയി. ബോധ്യങ്ങളാണല്ലോ എല്ലാവരും ബോധ്യമാണ്.
ബോധ്യത്തെക്കുറിച്ച് വചനം പറയണത് ബോധ്യം ഒരു ധനമാണെന്നാണ് പറയണത്. ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തിൻ്റെ അപ്ലൈഡ് കോൺഷ്യസിനെയാണ് ഈ ബോധ്യം എന്ന് പറയും, കൺവിക്ഷൻ എന്ന് പറയും. പക്ഷെ നമുക്കൊരു ബോധമുണ്ട്. നമ്മുടെ ബോധം എന്താണ്? യേശുവാണ് കർത്താവ് എന്നുള്ളത് ഒരു ബോധമാണ്. ഈ ബോധം പക്ഷേ പുസ്തകത്തിലെ പശു പോലെയാണ്, പുല്ല് തിന്നത്തില്ല. ബോധത്തിൽ നമുക്ക് വേണ്ടത് ബോധ്യമാണ്, കൺവിക്ഷൻ. അത് ഇമോഷണൽ കൺവിക്ഷനുണ്ട്, വൈകാരിക ബോധ്യം, പിന്നെ ഇൻ്റലക്ച്വൽ കൺവിക്ഷനുണ്ട്, ബൗദ്ധിക ബോധ്യം. ഈ രണ്ടും കൂടി വരുമ്പോൾ മാത്രമേ സാക്ഷ്യം വരത്തുള്ളൂ, അല്ലെങ്കിൽ സാക്ഷ്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ 40 കൊല്ലം 50 കൊല്ലം ജീവിച്ചിട്ട് ഇന്നുവരെ കർത്താവിന് സാക്ഷ്യം വഹിച്ചതായിട്ട് നമുക്ക് എണ്ണിപ്പറക്കാനൊന്നും ഇല്ല കയ്യിൽ. നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റിയ രീതിയിൽ ഡെഡ് ബോഡി ആയിട്ട് ഇങ്ങനെ കാത്ത് കിടക്കത്തില്ല. ബന്ധുക്കളും ആരും ഇല്ല, പോലീസ് സർജറി ഇല്ലാതെ കിടക്കുന്ന ഡെഡ് ബോഡി പോലെ ചില ആൾക്കാരെ ജീവിതകാലത്തിലൊരു ബോധ്യമില്ലാതെ ഇങ്ങനെ ഒരു സാക്ഷ്യമില്ലാതെ ജീവിക്കും. കാര്യം ബോധ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്താണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വചനമാണ് എൻ്റെ രസം. അതായത് 2 കൊറിന്ത്യൻസിൻ്റെ 2-ാമത്തെ വചനം, 2-ാമത്തെ കൊറിന്ത്യൻസ് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. സ്നേഹത്താൽ പറഞ്ഞ്, സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിന്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവാകുന്നു. അപ്പോഴേ ക്രിസ്തുവാണ് സമ്പത്ത് എന്നാ പറയുന്നത്, ബോധ്യത്തിൻ്റെ സമ്പത്ത്. ബോധ്യത്തിൽ ക്രിസ്തു സമ്പത്തല്ലെങ്കിൽ ബോധ്യം ദാരിദ്ര്യം പിടിച്ച ബോധ്യമാണ്. ഇന്നത്തെ പ്രാർത്ഥനാ തകർച്ചയ്ക്ക് കാര്യം ദാരിദ്ര്യം പിടിച്ച ബോധ്യമാണ്. ആത്മനാ ദാരിദ്ര്യം മാത്രമല്ല, ബോധദാരിദ്ര്യവും വരും. കാര്യം ബോധത്തിൻ്റെ സമ്പത്ത് ക്രിസ്തുവാണ്. കാര്യം ഒന്ന്, ഞാനൊരു ക്രിസ്ത്യനാണെന്നുള്ളൊരു ബോധമാണ്. പിന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്നുള്ളൊരു ബോധമാണ്. ഞാൻ നിത്യതയിൽ യേശുവിൻ്റെ മഹത്വം കാണാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളൊരു ബോധ്യമാണ്. ഇതെല്ലാം കുറേ അധികം ബോധ്യമെല്ലാം ബേസ്ഡ് അപ്പോൺ എ സിംഗിൾ പേഴ്സൺ. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. നമ്മുടെ സ്വത്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. നമ്മുടെ സ്വത്തെന്ന് പറയണത്, വിശ്വാസിയുടെ സ്വത്തെന്ന് പറയണത് ക്രിസ്തു തന്നെയാണ്. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവാണ്. ക്രിസ്തു ആരാണ്? ബോധ്യത്തിൻ്റെ സ്വത്താണ്, ധനമാണ്. പിന്നെ എന്താണ്? സൊക്കൾട്ട് ആയിട്ടുള്ള ട്രഷറാണ്, നിഗൂഢ നിധിയാണ്. ക്രിസ്തു നിഗൂഢ നിധിയാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തു ആണ് നമ്മളുടെ ബോധത്തിൻ്റെ സ്വത്തായിട്ട്. നമ്മൾ അണ്ടേ കൊണ്ടേ വളം വെക്കാൻ പറ്റരുത്. ആധ്യാത്മിക ജീവിതത്തിനെ ചുവട്ടി മാത്രമേ വളം വെക്കാൻ പറ്റത്തുള്ളൂ. ചുവടെന്ന് പറഞ്ഞാൽ ഇതാണ്, ക്രിസ്തുവിലാണിത് അടിയുറച്ച് നിൽക്കുന്നത്. അപ്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധം ആദ്യം ഉണ്ടാകണം. പിന്നെ എന്ത് വേണം? ബോധ്യം ഉണ്ടാകണം. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയെക്കുറിച്ചുള്ള അങ്ങ് സ്വത്താണെന്നുള്ള ബോധ്യം, അങ്ങ് ധനമാണെന്നുള്ള ബോധ്യം, അങ്ങ് നിധിയാണെന്നുള്ള ബോധ്യം, എന്റെ ബോധ്യത്തിൽ അങ്ങ് ഉറപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ആരാധിക്കുവാൻ, സ്തുതിക്കുവാനുള്ള മനസ്സിന്റെ ബോധ്യം നൽകണം. യേശുവേ ആരാധന.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് സെൻറ്റ് പീറ്ററിൻ്റെ ആദ്യ അനുഭവം എന്താണ്? കർത്താവാണ് സ്വത്തെന്നുള്ളതാണ്. അതാണ് സംഭവം. ആദ്യ അനുഭവം അപ്പോസ്തലികമായി, ദിസ് ഈസ് അപ്പോസ്തലിക് എക്സ്പീരിയൻസ് ആണത്. ആദ്യത്തെ ഒരു വിശ്വാസിയുടെ അനുഭവം. സെൻറ്റ് പീറ്ററിൻ്റെ ആദ്യത്തെ അനുഭവം എന്താണ്? കർത്താവാണ് നിധി, കർത്താവാണ് സ്വത്ത്. ഇത് പക്ഷേ സെൻറ്റ് പീറ്റർ ഇത് പറയാൻ ഇങ്ങനെ വിശുദ്ധ പത്രോസ് ഇത് പറയാൻ നല്ല തൻ്റെയും ചങ്കൂറ്റവും ഉള്ള ആളാണ്. എന്താണ്? കർത്താവാണ് സ്വത്തെന്ന് പറയാൻ കാര്യം. ഇത് എപ്പോഴാണ് അദ്ദേഹം പറയണത്? കൊളോസ്യസ് 2:2 നിധി അല്ലെങ്കിൽ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ ഒക്കൾട്ട് ട്രഷർ, നിഗൂഢനിധി എന്ന് പറയണത് ക്രിസ്തുവാണെന്ന് പൗലോസ് പറയുമ്പോഴേ പത്രോസ് അത് പറയുന്നൊരു സമയമുണ്ട്. അതായത് പത്രോസ് പറഞ്ഞ എപ്പോഴാണ്? ഒരു മുടന്തനെ കാണുമ്പോൾ പത്രോസിൻ്റെ മുമ്പിൽ കൈ നീട്ടും, അല്ലേ? അത് ബൈബിളിലെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഒരു മുടന്തനെ പത്രോസ് 9-ാം മണിക്കൂറുള്ള പ്രാർത്ഥനയ്ക്ക്, ദാറ്റ് മീൻസ് 3 മണിക്ക്, അല്ലേ? ഉച്ച കഴിഞ്ഞ് അവരുടെ സമയം 3 മണിക്കാണ്. 3 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് പത്രോസ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പടവുകളിൽ ഒരു മുടന്തൻ കൈ നീട്ടും. എന്തിനാണ് കൈ നീട്ടണത്? അയാളെ എല്ലാവരുടെ അടുത്തും കൈ നീട്ടുന്ന ആളാണ്, അവിടെ ഇരിക്കുന്നതാണ് സാധാരണ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ കൈ നീട്ടുമ്പോൾ പത്രോസ് പറയും, എൻ്റെ കയ്യിൽ നിനക്ക് തരാനുള്ള നീ ഉദ്ദേശിക്കുന്ന സ്വത്തില്ല. എന്താ? സ്വത്ത് ഉണ്ടായിരുന്ന ആളാണ്, 2 വള്ളം ഉണ്ടായിരുന്ന ആളാണ്, 2 വലയും പിന്നെ കുറേ അധികം പണിക്കാരുമൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന സമ്പന്നനായൊരു മനുഷ്യനാണ്. പത്രോസിൻ്റെ വീട് നമ്മൾ കഫർനാമിൽ കടപ്പുറത്ത് ചെല്ലുമ്പോൾ പത്രോസിൻ്റെ വീട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഗവൺമെൻറ് പണ്ടത്തെ വീട്, പത്രോസ് താമസിച്ചിരുന്ന വീട്, അതിന് പല ലെയറുണ്ട്. ലെയറെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസിൻ്റെ വീട് അതാത് കാലത്ത് പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്ന കാലത്തുള്ള പത്രോസിൻ്റെ വീട്ടിൽ അമ്മായിയമ്മക്ക് പനിയായിരുന്ന കാലത്ത് കർത്താവ് അയാളുടെ വീട്ടിൽ പോയിട്ടുള്ളതാണ്. ആ വീടിൻ്റെ അടിത്തറ ഇന്ന് ഇസ്രയേലിലുണ്ട്, നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. അതിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ വേറെ അടിത്തറ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണത് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഫർനാം സിനഗോഗിനും അതുപോലെ എക്സ്കവേറ്റ് ചെയ്തിട്ട് പത്രോസിൻ്റെ വാതിക്കലാണ് സിനഗോഗ് ഉള്ളത്. അത് 10-50 മീറ്ററേ ഉള്ളൂ ദൂരമായിട്ട്. എന്നാൽ സിനഗോഗിൻ്റെ ടോപ്പൊന്നുമില്ല. കർത്താവ് ആദ്യം പ്രസംഗിച്ചത് അവിടെ വെച്ചാണ്, കഫർനാമിലെ സിനഗോഗിൽ വെച്ചാണ്. ഞാനത് കാരണം ആദ്യം ഈശോ പ്രസംഗിച്ചെടുത്ത് ചെന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ട്. അതായത് എനിക്ക് അല്പം വെയിൽ കൊണ്ടാൽ മതി, അപ്പോൾ തന്നെ എനിക്ക് ജലദോഷവും പനിയും ഉണ്ടായിട്ട് ഞാൻ 2-3 ദിവസം കിടപ്പിലായി പോകും. പണ്ട് മുതലുള്ള പരിപാടിയാണ്. അത് കാരണം ഞാനെപ്പോഴും തൊപ്പി വെച്ചൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പോഴും തൊപ്പി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പത്രോസിൻ്റെ ഈ വീടിൻ്റെ അടുത്തുള്ള സിനഗോഗ്, എന്നുവെച്ചാൽ പ്രാർത്ഥനാലയത്തിൽ, അവിടെയാണ് ഈശോ ആദ്യമായിട്ടും കഫർനാമിലെ സിനഗോഗിൽ അവൻ പ്രവേശിച്ചു. ഒരു സാബത്ത് ദിവസമായിരുന്നു. അവന് അവന് വായിക്കാനായി അവൻ എഴുന്നേറ്റ് നിന്നു. അവന് തുകഴ്ചുള്ള നൽകപ്പെട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ബന്ധിതർക്ക് മോചനവും അടിച്ചമർപ്പത്തോട് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേചിക്കുന്നു. നിങ്ങൾ കേട്ടിരിക്കുക ഈ വചനം ഇപ്പോൾ നിറവേറിയിരിക്കണമെന്ന് പറഞ്ഞത് ഈ പത്രോസിൻ്റെ സിനഗോഗിൽ വെച്ചാണ്. പത്രോസിൻ്റെ ബാക്കിലുള്ള ഒരു 50 മീറ്റർ 20 മീറ്റർ അകലെയുള്ള സിനഗോഗിലാണ്. ഇതുപോലെ സിനഗോഗാണ്, പക്ഷേ ടോപ്പില്ല. ഇതിൻ്റെ പകുതിയേ ഉള്ളൂ സിനഗോഗ്, പണ്ടത്തെ വേണ്ട, പക്ഷേ ടോപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പുരാവസ്തുവാണല്ല, അത് നിർമ്മിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇക്കാലത്ത് നിർമ്മിക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ് സമ്മതിക്കത്തില്ല.
കാര്യം അത് പഴയത് തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം ഈ പ്രാവശ്യം നിർമ്മിക്കണമെങ്കിൽ നമ്മൾ പുതിയ ഓട് അല്ലെങ്കിൽ പുതിയ ഷീറ്റൊക്കെ ഇടണം. അതും ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. അവരൊന്നാമത്തെ യഹൂദന്മാരാണ്, എല്ലാം പ്രിസൈസായിട്ട് ചെയ്യണം. അതുകൊണ്ട് ആസിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യും അവർ. എന്താണ് പണ്ട് നിന്നിരുന്നത് അത് അതുപോലെ തന്നെ നിലനിർത്തും. റൂഫില്ലെങ്കിൽ റൂഫില്ല. അപ്പോൾ നമുക്കതിൻ്റെ കർത്താവ് നിന്നിരുന്ന സ്ഥലം ഏറെക്കുറെ എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഞാൻ സിനഗോഗിലൊക്കെ നേരത്തേക്ക് പോണതാണ്. അപ്പോഴേ സാധാരണ വായിക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന സ്ഥലം നമ്മുടെ അൾത്താറ പോലെ അല്ലത്. സിനഗോഗിലെ അൾത്താറ പോലെ അല്ല, നടുക്കാണ്. ഈ ഹോളിൻ്റെ നടുക്ക് ഏറെക്കുറെയാണ് ഈ ഒരു ഇതുപോലെയുള്ള ക്രാസിയുള്ള ബലിപീഠം ഉള്ളത്. ബലിപീഠമല്ല, വായിക്കാനുള്ള സ്ഥലം. അവിടെ തന്നെ കർത്താവ് നിൽക്കണത്. അപ്പം ഞാൻ ഏറെക്കുറെ സിനഗോഗിൻ്റെ സ്ഥലം കണക്കാക്കി നോക്കിയിട്ട് കർത്താവ് നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഞാൻ ചെന്ന് നിന്ന്. അപ്പം എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? തലയിൽ അല്പം വെയിൽ കൊണ്ട് അപ്പം തന്നെ പനിയും തുമ്മലും ജലദോഷവും ചുമയായിട്ട് മാറി കിടപ്പാകുന്ന പരിപാടിയാണ്. പക്ഷേ കർത്താവ് വചനം പ്രഘോഷിച്ച സ്ഥലത്ത് എനിക്ക് എൻ്റെ തല കൊണ്ടൊന്ന് മുട്ടിക്കണം. അതാണ് എൻ്റെ കാര്യം. നമ്മൾ കർത്താവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി തല കൊണ്ട്. പക്ഷേ ആ വെയിലെന്ന് പറയണത് ഈ സമയത്തുള്ള വെയിലാണ്. ഈ കാലത്ത് ഇതുപോലെയുള്ള കാലത്താണ് ഞാൻ പോയത്. അപ്പോഴേ വെയിലെന്ന് പറയുന്നത് 40 ഡിഗ്രി മരുഭൂമിയിലെ പോലെയുള്ളതാണ് ഈ സമയത്തുള്ള വെയിൽ. ഒരു 35, നമുക്ക് 32 വരെയല്ലേ ഉള്ളൂ കേരളത്തിൽ. അവിടെ 35-37 ഡിഗ്രിയാണ് ഏപ്രിൽ മാസത്തിലുള്ള ചൂട്. അപ്പോൾ ഇങ്ങനെ പൊള്ളി നിൽക്കുകയാണ്. നമുക്ക് ഗലീലിയ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റുന്ന കഴിഞ്ഞാൽ ഈ സൂര്യനെ തിളച്ച് മറിഞ്ഞടിക്കണ കാരണം വെള്ളി പോലെ ഇങ്ങനെ തോന്നും. അതിൻ്റെ കടലിൻ്റെ നിറം പോലും കാണത്തില്ല. വൈകുന്നേരമായ മാത്രമേ കടലിൻ്റെ നീല നിറമൊക്കെ കാണത്തുള്ളൂ. അത്രയും വെയിലാണ്. അപ്പോഴേ ഞാൻ തല കൊണ്ടുവന്ന് കർത്താവ് എഴുന്നേറ്റ് നിന്ന് വചനം വായിച്ച് അവിടെ കൊണ്ടുവന്ന് മുട്ടിവായിട്ട് 30 മിനിറ്റ് അവിടെ കിടന്ന്. 30 മിനിറ്റ്. എന്താ കാര്യം? ഈശോ നിന്ന സ്ഥലമാണ്, ഈശോ വായിച്ച സ്ഥലമാണ്, ഈശോ വചനം പ്രഘോഷിച്ച സ്ഥലമാണ്. കർത്താവേ, എന്നെ നീ വചനത്താൽ അഭിഷേകം ചെയ്യണമേ. നിൻ്റെ ജോലി ഇക്കാലങ്ങളിൽ ചെയ്യണത് എന്നെപ്പോലെയുള്ളവരാണ്. അപ്പം ഞാൻ നിൻ്റെ വചനം പ്രഘോഷിച്ച സ്ഥലത്ത് വന്നപ്പോഴേ എൻ്റെ പനി അല്ലെങ്കിൽ ജലദോഷം, കിടപ്പ്, തലവേദന ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വരട്ടെ, കർത്താവിൻ്റെ സ്ഥലത്ത് വന്നിട്ട് തല മുട്ടിക്കാൻ പോണത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനവിടെ നിന്നതാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ടൈമാണ്. നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കണം. അതായത് അച്ഛൻ എന്താ പറഞ്ഞത് നിങ്ങളോട്? യേശു സ്വത്താണ്, യേശു ഒരു ബോധ്യമാണ്. പക്ഷെ ബോധമെന്നുള്ളത് ബോധ്യമാകണം എപ്പോഴാണെന്നറിയാമോ? എല്ലാവർക്കും ബോധമൊക്കെ ചെറുതായിട്ടുണ്ട്, പക്ഷെ ബോധ്യം കുറവാണ്. ബോധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അത് വെച്ച് നമ്മുടെ ബോധം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ബോധ്യം ഉണ്ടാകുന്നത്. ബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബോധം, യേശു കർത്താവാണെന്നുള്ള ബോധം, അത് പ്രഖ്യാപിക്കുമ്പോഴാണ് ബോധ്യമായി മാറണത്. അല്ലെങ്കിൽ അത് ബോധമായിട്ട് തന്നെ മാറിയിരിക്കും. അതായത് ഇവിടെ എഴുതിയിരിക്കണ കണ്ട കൊളോസ്യസ് 2:2 എന്താ പറയണത്? സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും. ബോധ്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഈ ബോധ്യം എന്ന് പറയുന്നത് ബോധത്തെ പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് ബോധ്യം ഉണ്ടാകുന്നത്. ബോധം ഉണ്ടാകാം, പക്ഷെ അത് പ്രയോഗത്തിൽ വരുത്തുമ്പോഴാണ് ബോധ്യം. ഈ ബോധ്യമാണ് സമ്പത്തെന്ന് പറയണത്. ബോധ്യമാണ് സമ്പത്തെന്ന് പറയണത്. ഒരു വിശ്വാസിയാണെങ്കിൽ ഇപ്പം യുക്രൈൻകാരുടെ യുദ്ധമാണ് അല്ലെ നടക്കണം. നമുക്കെന്താ മനസ്സിലാകണത്? യുദ്ധമാകുമ്പോൾ ഒരാൾ ആരെങ്കിലും ജയിക്കും, ഒരാൾ തോക്കും, അല്ലെങ്കിൽ പൊതുവെ സമാധാനം ഉണ്ടാകും. കുറച്ച് പേര് രണ്ട് ഭാഗത്തു നിന്നൊക്കെ മരിക്കും, ഇല്ലേ? ഇപ്പം മരണം ഇങ്ങനെ മുഖാമുഖം കാണുമ്പോൾ യുക്രൈൻകാർ ചെയ്ത ഒരു കാര്യമുണ്ട് ഇടയ്ക്ക്. എന്താണ് അവർ ചെയ്തത്?
മാക്സിമം എല്ലാവരും കുമ്പസാരി ചുരുങ്ങി. അതാണ് വിഷയം. അത് യുദ്ധം ജയിച്ചതുപോലെയായിപ്പോയി. അപ്പം അത്രയും ഭയങ്കരമായ ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ആൾക്കാർ കുമ്പസാരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക. ഈ കാഴ്ച ഞാൻ പണ്ട് കണ്ടത് ജോൺ പോൾ മാർപ്പാപ്പ പോളണ്ട് സന്ദർശിക്കണമെന്ന് കേട്ടപ്പോൾ തന്നെ ജനങ്ങൾ കസേര വരച്ച് റോഡ് ഇട്ടുകൊണ്ട് അച്ഛനെ കൊണ്ടുവന്ന് വെച്ചിട്ട് മുട്ടിൽ നിന്ന് ലൈനായിട്ട് തെരുവിൽ നിന്ന് കുമ്പസാരിക്കേണ്ട രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഒരു നല്ല വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇതങ്ങനെയല്ല. മരണം സുനിശ്ചിതമാണെന്ന് കാണുന്ന കീവ് നിവാസികൾ ചെയ്തിരിക്കണ എന്താണ്? അവർ കുമ്പസാരി ചുരുങ്ങിയാണ്. അടുത്ത കാത്തലിക്കായിട്ട് ലീഡർ പറഞ്ഞിരിക്കുന്നത്, ഐ വിൽ നോട്ട് ഗോ എനിവെയർ, എൻ്റെ ജനത്തെ വിട്ട് ഞാൻ ഒരിടത്തും പോകത്തില്ലെന്നാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ ആ വിഷയത്തിൽ അവർ ഇനി മരിക്കുകയാണ് വന്നതെങ്കിലും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തുകയെന്നുള്ള ആ വലിയ വിശ്വാസത്തെ അവർ ഏറ്റുപറഞ്ഞു. അതാണ് സ്വത്തെന്ന് പറയുന്നത്, അത് ബോധ്യം എന്ന് പറയുന്നത്. അതവരുടെ ബോധ്യമാണ്. അത് വെറുതെ ബോധ്യമല്ല, സാധാരണ ബോധ്യം ഉണ്ടാകും. ഈ ബോധ്യത്തെ സ്വത്തിന് നമ്മൾ കൂട്ടേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് സ്വത്ത് കൂട്ടണത്. സ്വത്തെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ സ്വത്ത് തന്നെയാണ്. പണ്ട് നമ്മുടെ അപ്പൻ നമുക്ക് കുറച്ച് സ്വത്ത് തന്ന് അത് തന്നെ ഇപ്പോഴും ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ലോകം മടിയന്മാരായിട്ടായിരിക്കും. പക്ഷെ സ്വത്ത് ഇപ്പം ക്രിസ്തു ഒരു സ്വത്താണെന്ന് കൊളോസ്യൻസ് 2:2 പറഞ്ഞില്ലേ. പക്ഷെ ആ സ്വത്ത് നീ ഇങ്ങനെ ഓരോ ഘട്ടം വരുമ്പോൾ അത് നല്ലവണ്ണം മാർക്കറ്റ് ചെയ്ത് അതുകൊണ്ട് കച്ചവടം ചെയ്ത് അത് കൂട്ടണം. കൂട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനെ വെച്ച് എങ്ങനെ IELTS പാസ്സാകാം, ക്രിസ്തുവിനെ വെച്ച് എങ്ങനെ സ്ഥലം വിറ്റെടുക്കാം, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കലാപരിപാടികളൊക്കെയാണ് ജനം നടക്കുന്നത്. പക്ഷേ അതല്ല വിഷയം. അതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ വെച്ചെങ്ങനെ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് ഒരു സ്വത്തിൻ്റെ ഉടമയാകാം എന്ന് ചിന്തിച്ചാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്നാണ് ഈശോ പറഞ്ഞത്. ബാക്കിയുള്ളത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ 6:33 എന്ന് പറയുന്നത് ഒരു മദർ വേർഡാണ്. ആ വേർഡിൽ നിന്ന് കുറേ അധികം വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. വെച്ചാൽ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ഇപ്പോഴേ എങ്ങനെയാണ് സ്വത്ത് കൂട്ടണത്? ആത്മീയ സ്വത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവാണെന്ന് പറഞ്ഞു. ഈ സ്വത്ത് എങ്ങനെയാണ് കൂട്ടണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഷെയർ മാർക്കറ്റ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയണത്, ഞങ്ങളുടെ അച്ഛന്മാർക്ക് ഷെയർ മാർക്കറ്റൊന്നും ചെയ്യാനുള്ള ഇതൊന്നുമില്ല. പക്ഷേ ആൾക്കാർ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷെയർ മാർക്കറ്റിൽ എന്താ സംഭവിക്കണത്? ഒരു കമ്പനിയുടെ ഷെയർ, ഏതെങ്കിലും ഒരു കമ്പനി, XOY ഓയിൽ അല്ലെങ്കിൽ സോപ്പ് അല്ലെങ്കിൽ കോസ്മെറ്റിക്സ്, ഏതെങ്കിലും ഒരു കമ്പനി, ആ കമ്പനിയുടെ ഷെയർ എടുക്കുമ്പോൾ അത് അനൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് വല്ല 100 രൂപ വല്ല ആയിരിക്കും ഷെയർ. പക്ഷെ കമ്പനി ലാഭത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ഷെയർ 1000 രൂപയാവും. ഒരു യുദ്ധം വല്ല വരികയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഷെയർ ഇടിഞ്ഞിട്ട് 50 രൂപയാവും. അപ്പോഴേ 1000 രൂപയാകണ സമയത്ത് ഷെയർ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ കമ്മീഷൻ ആൾക്കാർ പറയും, നിങ്ങളത് വിൽക്കാൻ പറയും, ഷെയർ വിൽക്കാൻ പറയും. അതിനാണ് ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ചിലർ വിൽക്കാൻ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉള്ളതുകൂടി ഉണ്ടാകാതിരിക്കുക. അത് ബുദ്ധിയാണ്. ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്ന ഗൈഡ് ലൈൻസ് കിട്ടുന്ന ബുദ്ധി അനുസരിച്ച് ഷെയർ. ഇതുപോലെ വിശ്വാസത്തിലൊരു മാർക്കറ്റിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് മൈ പോയിൻറ്റ്. അതായത് വിശ്വാസത്തിൽ നമുക്ക് ഇപ്പം സ്വത്താണെന്ന് ഈശോ സ്വത്താണെന്ന് പറഞ്ഞില്ലേ. ഈ സ്വത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ അറിയണം. അത് വിശ്വാസത്തിൻ്റെ ഫെയ്ത്ത് മാർക്കറ്റിങ്ങിലൂടെയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത്. ഫെയ്ത്ത് മാർക്കറ്റ് ചെയ്യണം, തിരിച്ച് ദൈവത്തിന് കൊടുക്കണം. നമ്മളുള്ള വിശ്വാസം നല്ല വിലയുള്ള സമയത്ത് അത് ദൈവത്തിന് കൊടുക്കണം തിരിച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം. യുക്രൈൻകാർ ചെയ്തിരിക്കുന്നത് അതാണ്. അവർക്ക് സമയത്ത് ഭക്ഷണം കിട്ടണില്ല. അവിടെ ബങ്കേഴ്സിലാണ് ബോംബ് വീഴിക്കൊണ്ടിരിക്കുന്ന കാരണം
ഭൂഗർഭ ആലയത്തിലേക്കാണ് ആൾക്കാർ, ടണലിലേക്കാണ് ആൾക്കാർ പോവുകയുള്ളത്. അപ്പം നമ്മുടെ മലയാളി പിള്ളേർ അവിടെ ഉണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ യുദ്ധക്കെടുതി അനുഭവിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ഇവിടെ ഒരു സംഭവം ചെയ്യണത്, ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഈ ബാങ്കേഴ്സിലെ ഭൂമിക്കടിയിൽ ഒളിച്ചല്ല, ജീവനും ഭയമുള്ള കാരണം രക്ഷപ്പെടാൻ വേണ്ടി ആൾക്കാർ സമയത്ത് ഭക്ഷണം കിട്ടത്തില്ല, അവിടെ ഒന്നുമില്ല, കറണ്ടില്ല, എങ്കിലും ഒളിച്ചിരിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലമാണ്. അവിടെ കുർബാന ആവശ്യപ്പെട്ട് വൈദികനെ വിളിച്ചിട്ട് വൈദികൻ ഈ ഭൂഗർഭാലയത്തിൽ കുർബാനയും കൊണ്ട് പോകുന്നുണ്ട്. അതാണ് പ്രശ്നം. അതാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയണത്. ഈ സമയത്ത് അവിടെ യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭക്ഷണവും വെള്ളമൊന്നും കിട്ടണില്ല, മരണമാണ് മുമ്പിൽ കാണുന്നത്. അപ്പോൾ അതിന് ഭൂഗർഭ ആലയത്തിലേക്ക് വൈദികന് കുർബാനയും കൊണ്ട് വരാൻ വേണ്ടി വൈദികനെ വിളിക്കുന്നു. നമ്മുടെ ഇതുപോലുള്ള കമ്പനിയില്ല, ഫുഡ് കമ്പനിക്ക് ഫോൺ ചെയ്ത് വിളിപ്പിക്കത്തില്ല ആൾക്കാർ. ആ ഫുഡ് കമ്പനിക്ക് ലഞ്ചിന് വേണ്ടി വിളിപ്പിക്കണ പോലെ കുർബാനയ്ക്ക് വേണ്ടി ഫോൺ ചെയ്ത് വിളിപ്പിക്കുക. എന്നിട്ട് കുർബാനയും കൊണ്ട് വൈദികൻ ഈ ബാങ്കേഴ്സ് തിരക്കി പിടിച്ച് ബാങ്കേഴ്സിൽ പോകുന്നു. ഇതാണ് ഈ മരണത്തെ മുന്നോട്ട് കാണുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോഴത് വിളിച്ച ആ വ്യക്തിയും ഈ ഇതിൽ ഭൂഗർഭാലയത്തിലേക്ക് വൈദികനെ കുർബാനയ്ക്ക് വേണ്ടി കുർബാന സ്വീകരിക്കാൻ വേണ്ടി വിളിച്ച വ്യക്തിയും വൈദികൻ തന്നെ ഇന്ന് വെടിയേറ്റ് മരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ആ തോക്കിൻ്റെ ഇടയിലൂടെ അവന് കുർബാനയും കൊണ്ടേ കൊടുത്ത വൈദികരും ഫെയ്ത്ത് മാർക്കറ്റിൽ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ട് കോടീശ്വരന്മാരായിരിക്കുകയാണ് കർത്താവിൻ്റെ മുമ്പിൽ. വിശ്വാസത്തിൻ്റെ കോടീശ്വരന്മാരെ എന്താ ഫെയ്ത്ത് മാർക്കറ്റിങ്ങിനുള്ളതാണ്. എന്ന് വെച്ചാൽ ഫെയ്ത്ത് പ്രഖ്യാപിക്കാൻ, വിശ്വാസം പ്രഖ്യാപിക്കാൻ എപ്പോഴാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്, അപ്പോഴാണ് വിശ്വാസം സെയിൽ ചെയ്യേണ്ടത്. വിശ്വാസം എപ്പോഴാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ്. അതായത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടമാണ് കിട്ടാൻ പോണത്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും കിട്ടണില്ല. ഇപ്പം കൃപാസനത്തിൽ വരുന്ന എല്ലാവരും വിശ്വാസികളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കൃപാസനത്തിലെ ഒത്തിരി പേരും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അല്ല കൃത്യമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ബേസിക്കായിട്ട് ആൾക്കാരുടെ മനസ്സിൽ സ്ഥലങ്ങൾ വിൽക്കണം, അതുപോലെ തന്നെ മകളെ കെട്ടിക്കണം, അതിൽ കുട്ടികളുണ്ടാകണം എന്നുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ മാത്രം, ക്രിസ്തുവിൻ്റെ ആനുകൂല്യങ്ങളോ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല, ക്രിസ്തുവിനെ മാത്രം അന്വേഷിക്കുന്ന ഒരു ജനതയാണ്. അവർ വിശ്വാസത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണില്ല. അവർ ക്രിസ്തുവിനെ മാത്രമേ വിശ്വാസത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ, ക്രിസ്തുവിനെ മാത്രം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാമ്രാട്ടായ ദൈവത്തിൻ്റെ രഹസ്യനിധിയായ ക്രിസ്തുവിനെ അത് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമേ അപകടമേ ഉണ്ടാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന സമയത്തും വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയണത്. അപ്പോഴവർ വലിയ വിലക്കാണ് ആ വിശ്വാസം തിരിച്ചു കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്? വിശ്വാസം ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുകയാണ്. എന്താണ്? നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. അതിൽ നമുക്കൊന്നും കിട്ടത്തില്ല, ദൈവത്തിനല്ലാതെ ഒന്നും കിട്ടത്തില്ല. ദൈവത്തിനല്ലാതെ ഒന്നും കിട്ടത്തില്ല. ദൈവത്തിനല്ലാതെ എനിക്കൊന്നും വേണ്ട. എനിക്ക് സൗഖ്യമില്ലെങ്കിലും ഞാൻ യേശുവിൽ വിശ്വസിക്കും.